നമ്മുടെ കൊടൈക്കനാലിലെ യാത്രാവിശേഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റൂമിലെത്തി ഫ്രഷ് ആയപ്പോഴേക്കും ഒരു നേരമായി. ഇനി അടുത്തത് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം തപ്പലാണ് അടുത്ത പരിപാടി. അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലം തപ്പി തപ്പി ഇങ്ങനെ നമുക്കിഷ്ടപ്പെട്ട നല്ല ഫുഡ് കിട്ടുകയും വേണമല്ലോ. അത്രയും മോശമില്ലാത്ത നല്ല സ്ഥലം നോക്കി തന്നെ കയറാമെന്ന് വിചാരിച്ച് അത്യാവശ്യം ഒന്ന് കറങ്ങി തിരിഞ്ഞാണ് ഞങ്ങൾ ഒരു സ്പോട്ട് കണ്ട് പിടിക്കുന്നത് തന്നെ. അങ്ങനെ സ്ഥലത്തെത്തി മെനു ഒക്കെ നോക്കി. അപ്പോൾ ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചു. നീലൂട്ടനും ബിരിയാണി മതി എന്ന് പറഞ്ഞു. പക്ഷേ നിലൂട്ടൻ്റെ ബിരിയാണി പറച്ചിൽ ഒരു കരച്ചിലാണ് ലാസ്റ്റ് അവസാനിച്ചത്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാതെ എണീറ്റ് പോവുക ചെയ്തത് ഓളെ എടുത്തുകൊണ്ട്. അത്രയ്ക്ക് കച്ചറയായിരുന്നു. ബക്കറ്റ് ബിരിയാണി എന്നുള്ളൊരു സാധനം മെനുവിൽ കണ്ടപ്പോൾ ഞങ്ങൾ അത് ചോദിച്ചു. അപ്പോൾ പറയാം ബക്കറ്റിലല്ല ഒരു പാത്രത്തിലാണ് കിട്ടുന്നത്. എന്നാലും കുഴപ്പമില്ല, ആ സാധനം വന്നപ്പോൾ ദാ ഇങ്ങനെ ഇരിക്കുന്നു. 2 ചിക്കൻ്റെ പീസും ഉണ്ടായിരുന്നു, ഒരു എഗ്ഗും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തത്ര റൈസും ഉണ്ടായിരുന്നു. ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള റൈസും ഉണ്ട്. പക്ഷേ ബിരിയാണി കഴിക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണുന്ന പോലെയൊക്കെ തന്നെ നമ്മൾ ഇവിടെ ഉള്ള പോലത്തെ ബിരിയാണിയൊന്നുമല്ല, പക്ഷേ കഴിക്കാൻ രസമുണ്ടായിരുന്നു. ഞാൻ പിന്നെ നീലൂട്ടൻ്റെ കരച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും നീലൂട്ടനും പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് സൂയിസൈഡ് പോയിന്റിലേക്കായിരുന്നു. കണ്ടാൽ തന്നെ ഒന്ന് ചാടി ചാവാനൊക്കെ തോന്നും. എനിക്കല്ല, ചാവാൻ താല്പര്യമുള്ളവർക്ക് കേട്ടോ. അപ്പം അവിടെ കയറി ചെന്ന് കുറേ നേരം അവിടെ നോക്കി നിന്നു. കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കളികളൊക്കെ കണ്ട് പിന്നെ അതിൻ്റെ മേലെ കയറി നിന്ന് താഴേക്കൊക്കെ നോക്കി. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. കമ്പി ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങിയൊക്കെ നോക്കായിരുന്നു. പണ്ട് സർക്കസിലെങ്ങാനും ആയിരുന്നു തോന്നി കുരങ്ങന്മാരൊക്കെ. അങ്ങനത്തെ കളിയായിരുന്നു അവിടെ കിടന്നുകൊണ്ട്. സമ്മതിച്ച് ഈ തലകുത്തനെയൊക്കെ കയറുമ്പോൾ കിടന്നുകൊണ്ട് കഴിവ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയി അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന്. എവിടെ ചെന്നാലും മലയാളികൾ ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ 2 ആൾക്കാർ. ഞങ്ങളുടെ അടുത്ത് വന്ന് കഥയൊക്കെ പറഞ്ഞ് പിന്നെ അവർക്ക് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് കുറേ നേരം അവരോട് സംസാരിച്ചു. എവിടെയാണ് സ്റ്റേ എന്നൊക്കെ ചോദിച്ചു, നാട്ടിലെവിടെയാണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുറേ സമയം അവിടെയും പോയി. നീലൂട്ടൻ പുതിയ ഷൂ വാങ്ങിയതിൻ്റെ പവറാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. എനിക്ക് നീലൂട്ടനും ഒരേപോലത്തെ കളറുള്ള ഷൂ ആണെന്നും പറഞ്ഞുകൊണ്ട് വന്നതാ. അങ്ങനെ അവളുടെ ഷൂവിൻ്റെ ഭംഗിയൊക്കെ കാണിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് പോകുന്നത് ലേക്കിലേക്കാണ്. അങ്ങനെ അവിടേക്ക് എത്തിയപ്പം കുറച്ച് ലേറ്റായി. അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് സൈഡിലേക്ക് ഒതുക്കി വെച്ച് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാൻ കയറി 3-4 ചായക്കൊക്കെ പറഞ്ഞു. നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അവിടെ നിന്ന് കുടിച്ചതിൽ എനിക്ക് കുറച്ചെങ്കിലും ഈ ലൈക്കായ ചായ ഇതായിരുന്നു കേട്ടോ. വെറുതെ നല്ല വില ഉണ്ട് കേട്ടോ. ഒരു ചായക്ക് 30 രൂപയാണ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ചായ കുടിയെല്ലാം കഴിഞ്ഞ് നഗരത്തിൻ്റെ വീഥികളിലൂടെ അനാഥ പ്രേതങ്ങളെപ്പോലെ അലയുകയായിരുന്നു ഞങ്ങൾ 2-3 മണിക്കൂർ. അതും ഒരു വൈബായിരുന്നു കേട്ടോ. ഈ രാത്രി ഇതായി കാണുന്ന ചുറ്റും മുഴുവൻ ഞങ്ങൾ നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാ കടകളിലൂടെയും കയറി നിരങ്ങി. ആഹാ, ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ഇവിടെ ഉള്ളതിൻ്റെ ഇരട്ടി വിലയാണ് ഇവിടെ ഓരോ സാധനത്തിനും. പിന്നെ എന്തിനാണ് നമ്മളിത്ര വില കൊടുത്ത് അവിടെ നിന്ന് ഇവിടെ വരെ ആ സാധനം കൊണ്ടുവരുന്നത്, നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയാൽ പോലെ. അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ ഈ നാട്ടിൽ കൂടെ നടക്കും പോലെ അതിലേയും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ അവിടെ കണ്ട പാർക്കിലൊക്കെ കയറി ദേ 2 കുത്തിരുന്ന് ഊഞ്ഞാലാടുന്നു. പോരാനൊന്നുള്ള മനസ്സിലായിരുന്നു കേട്ടോ, നല്ല ആട്ടത്തിലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നാണ് 2നെയും കൂടെ. ഇനി നമുക്കൊരു വീഡിയോ ഷൂട്ടായാലോ. ഓരോരോ പാഷനേ. പിന്നെ അതും എടുത്തു. ഞങ്ങൾ അടുത്ത് കടല വാങ്ങിക്കാൻ പോയി. ചൂട് കടല ഊതി ഊതി തിന്നാനാണ് ഗുപ്തന് ഇഷ്ടം. അങ്ങനെ ഗുപ്തൻ അതും തിന്നുകൊണ്ട് അവിടെ നിന്നു. കഴിഞ്ഞ തവണ ഊട്ടി പോയപ്പോൾ വാങ്ങിച്ച കടലേനെക്കാളും എത്രയോ നല്ലതായിരുന്നു കേട്ടോ ഇത്. നല്ല വെന്തിട്ടും ഉണ്ടായിരുന്നു, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ അതും കുറിച്ചുകൊണ്ട് കുറേ നേരം അതിൽ നടന്നു. എന്തോരോ കടകളാണ് അവിടെ ഉള്ളത്. ഓരോ കടയിലും ഓരോ സാധനത്തിനും ഓരോരോ റേറ്റാണ്. ഈ കടയിലുള്ള സാധനം സെയിം അപ്പുറത്ത് കണ്ടാലും ആ കടയിൽ വേറെ റേറ്റാണ്. എന്തിനാണ് നമ്മൾ ഇത്ര വില കൊടുത്ത് വാങ്ങുന്നതല്ലേ. അതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് മൊത്തം ഒന്ന് ചുറ്റി കണ്ടു. അങ്ങനെ മൊത്തം കറങ്ങി അപ്പുറം വരെ എത്തി തിരിച്ച് ഞങ്ങൾ തിരിഞ്ഞു നടന്നു. ഈ പെട്ടിക്കൂട് കാണാൻ തന്നെ എന്ത് രസാലേ, പല കളറിലൊക്കെ. പിന്നെ കുറേ ചോക്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ കിട്ടും. അതിനായിട്ട് വേറെ എവിടേക്ക് പോകണ്ട. അത്രയ്ക്കും കടകളും ഉണ്ട്, കളക്ഷൻസും ഉണ്ട്.
Magic flower. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ റൂമിലേക്കുള്ള മടക്കമാണ്. അപ്പം ഫുഡ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ കയറി. കോസ്റ്റ്യൂമിന് പറ്റിയ കുയിലാണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഞങ്ങൾ റൂമിലൊക്കെ എത്തി, എല്ലാവരും കുളിച്ച് ഫ്രഷായി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാം. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പത്തിരി ഇവരുടെ പൊറാട്ടേനേക്കാളും വലുതാ. അത്രയ്ക്കും ചെറിയ പൊറാട്ടയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ ഏറെപ്പോയാൽ 350-400 രൂപ വരുന്ന ഫുഡിനാണ് അവിടെ 750 രൂപയായത്. മനസ്സിലായില്ല. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാൻ നോക്കി എന്നെ പിടിച്ചിരുത്തി ബാക്കിയും കൂടെ തീറ്റിച്ച്. അവൾക്ക് വേണ്ടായിട്ടാണ്, അതെനിക്കറിയാം. പിന്നെ ഒരു ഭാഗത്തുനിന്ന് ചെറുതിനും ഒരു ഭാഗത്തുനിന്ന് എന്നെയും തീറ്റിച്ച് അവളതങ്ങ് തീർത്തു. അങ്ങനെ പാട്ടെല്ലാം കേട്ട് ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവിടുത്തെ ഓണർ വരുന്നത് കേട്ടോ. പിന്നെ അവരോടും കുറച്ച് നേരം സംസാരിച്ചു. നോക്ക് നമ്മളെവിടെയല്ലേ, നമ്മളെവിടെയാ? എവിടെയാ? ഇത്ര കാലമായിട്ട് ഒരു വൈഫൈ നന്നാക്കാൻ അറിയാത്ത ഇത് നമ്മുടെ ഡ്രൈവേഴ്സ് ബൾബർ. കൊടൈക്കനാലിലെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.